നമസ്തേ. കഥകളതി സാഗരത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് അല്പം നാരായണീയ ചിന്തയിലാണ് കേട്ടോ. നമ്മൾ 7ാമത്തെ ദശകത്തിൽ, അതായത് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ വിളിച്ച് തപസ്സു ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. ആ തപസ് ചെയ്ത് അദ്ദേഹം വിരാട് പുരുഷൻ ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ തന്നെ കയറി ഇനി സൃഷ്ടികർമ്മം തുടങ്ങാൻ അനുവാദം കൊടുക്കുകയാണ്. അതിനു മുൻപായിട്ട് തൻ്റെ ആവാസ കേന്ദ്രമായ വൈകുണ്ഠലോകം, അതായത് 14 ലോകങ്ങൾക്ക് 14 ലോകത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ലോകമാണ് സത്യലോകം. അവിടുത്തെ അധിപനായി ബ്രഹ്മാവിനെ വാഴിച്ചു സൃഷ്ടികർമ്മം നടത്താനുള്ള ചുമതലയും കൊടുത്തു. അങ്ങനെയാണ് ഉണ്ടായത്. ആ സൃഷ്ടികർമ്മം നടത്തുന്ന ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചപ്പോൾ വൈകുണ്ഠം ഒന്ന് കൊണ്ടുപോയി കാണിക്കുകയാണ്. ഈ ഏറ്റവും മുകളിലുള്ള സത്യലോകത്തിനും പുറത്താണ് വൈകുണ്ഠലോകം. വൈകുണ്ഠലോകമാണ് വിരാട് പുരുഷൻ്റെ മഹാവിഷ്ണുവിൻ്റെ ആവാസ കേന്ദ്രം. വൈകുണ്ഠനാഥ എന്ന് പറയുന്നത് വൈകുണ്ഠം എന്ന ആ ലോകത്തിൻ്റെ നാഥനായിട്ടുള്ളവനെ എന്നാണ് അർത്ഥം. ആ വൈകുണ്ഠത്തിൽ ചെന്നപ്പോൾ അവിടുത്തെ മനുഷ്യരെയൊക്കെ ബ്രഹ്മാവ് കണ്ടു. എല്ലാവരും ഏതാ മഹാവിഷ്ണു എന്നാണ് അദ്ദേഹത്തിന് സംശയം വന്നത്. അതായത് ഭക്തി കൊണ്ട് വിഷ്ണു സാരൂപ്യം പ്രാപിച്ചവരാണ് അവിടെ താമസിക്കുന്നത്. വിഷ്ണുവിൻ്റെ ആദ്യം സാന്നിധ്യം, സാരൂപ്യം, സായുജ്യം എന്നൊക്കെയുണ്ട്. ആ സാരൂപ്യം പ്രാപിച്ചവർ, സാരൂപ്യം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനെ പോലെ തന്നെ അതേ ഛായ, അതുപോലെ കടകങ്കണാദികൾ, കിരീടം, പട്ടുവസ്ത്രം കണ്ട മഹാവിഷ്ണു എന്നേ തോന്നുള്ളൂ. അത്രയ്ക്ക് സാമ്യം ഭക്തി കൊണ്ടുണ്ടായി. അവർ ഈ സമയത്ത് അവിടെ സുഖമായിട്ട് പരമാനന്ദമായിട്ട് മഹാവിഷ്ണുവിനോടൊപ്പം താമസിക്കുകയാണ്, ഭക്തിരസം ആസ്വദിച്ചുകൊണ്ട്. ഭഗവാനെ സ്തുതിക്കുന്നവരെ, ഭഗവാനോട് ഭക്തി പ്രദർശിപ്പിക്കുന്നവരെയൊക്കെ അവിടെ ഇരുന്നു കൊണ്ടാണ് വിഷ്ണു സാരൂപ്യം പ്രാപിച്ചവരാണ് അവിടെ താമസിച്ച് അനുഭവിക്കുന്നത്. അതിൻ്റെ ഒരു പടി കൂടി ഉയർന്ന ഒരു സ്ഥാനമാണ് സായുജ്യം. സായുജ്യം എന്ന് പറഞ്ഞാൽ ഇനി ജന്മമില്ല, വിഷ്ണുവിലങ്ങട് ലയിക്കുക. ഇപ്പം ഈ ഭക്തജനങ്ങൾ കരുതുന്നത് സായുജ്യം വേണ്ട, എനിക്ക് ഈ സാരൂപ്യം മതി. കാരണം സാരൂപ്യത്തിലാണല്ലോ വിഷ്ണുവിനോടുള്ള ഭക്തജനങ്ങളുടെ ഭക്തി നമുക്ക് കാണാൻ പറ്റുക. എന്നാഗ്രഹിക്കുന്ന വിഷ്ണു സാരൂപ്യം പ്രാപിച്ചവർ ധാരാളം വൈകുണ്ഠത്തിൽ കാണാനായിട്ട് ബ്രഹ്മാവിന് സാധിച്ചു. ഇതാണ് നമ്മൾ 6ാമത്തെ ശ്ലോകം വരെ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. 7ാമത്തെ ദശകത്തിലെ 6ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ പറഞ്ഞ് വായിച്ച് നിർത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ വായിക്കാൻ പോകുന്നത് 7ാമത്തെ ദശകത്തിലെ 7ാമത്തെ ശ്ലോകമാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. 7ാമത്തെ ശ്ലോകം. തത്രൈവം പ്രതിദർശിതേ നിജപദേ രത്നാസനാധ്യാസിതം ഭാസ്വത്കോടിലസത്കിരീട കടകാദ്യകൽപദീപാകൃതി ദീപ്രാകൃതീം ശ്രീവത്സാങ്കിതമാത്തകൗസ്തുഭമണീശായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത വിധി തത്തേ വിഭോ ഭാതുമേ. ഏവം തത്രൈവം പ്രതിദർശതേ. ഏവം ഇങ്ങനെ, തത്ര അവിടെ, പ്രതിദർശതേ എന്ന് പറഞ്ഞാൽ കാട്ടിക്കൊടുത്ത, ഇപ്രകാരം കാട്ടിക്കൊടുത്ത ആ വൈകുണ്ഠലോകത്തിൽ നിജപദേ തൻ്റെ ആ സിംഹാസനം, തൻ്റെ സ്ഥലത്തെ രാജസിംഹാസനത്തിൽ രത്നാസനാധ്യാസിതം ആ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നതായിട്ട്, തൻ്റെ വാസസ്ഥാനമായ വൈകുണ്ഠലോകത്തെ രത്നസിംഹാസനത്തിൽ ഇരുന്നരുളുന്ന മഹാവിഷ്ണുവിനെ ഭാസ്വത് കോടിലസത്, ഭാസ്വൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, ഭാസ്വത് കോടിലസഞ്ച 100 കോടിക്കണക്കിന് സൂര്യന്മാരുടെ ശോഭയോടുകൂടി, സൂര്യസമൂഹം പോലെ ശോഭിക്കുന്ന
കിരീടകടകാദ്യപ്രാകൃതി. കിരീടം കിരീടം എന്ന് പറഞ്ഞാൽ തലയിൽ വയ്ക്കുന്ന ഒരു ആഭരണം തന്നെ. കിരീടം, കടകം, വളകൾ അത് എന്ന് പറഞ്ഞാൽ കിരീട കടകാദി ആഭരണങ്ങളാൽ മിന്നിത്തിളങ്ങുന്ന രത്നസിംഹാസനത്തിലിരിക്കുന്ന ശ്രീവത്സാങ്കിതം. ശ്രീവത്സം എന്ന ആ ശ്രീവത്സം അത് ഭഗവാന്റെ മാർവിടത്തിലുള്ളൊരു മറുകാണ്. അതിൻ്റെ പുറകിലൊരു കഥയുണ്ട്. ആ മറുക് ഭൃഗു മഹർഷിയുടെ കാലടിപ്പാടുകളാണ്. ഒരിക്കൽ മഹാവിഷ്ണുവിനെ മഹാവിഷ്ണു എന്താ പറയണ്ടേ, ഓരോ യുഗങ്ങളുള്ള അദ്ദേഹത്തിൻ്റെ ആ ഉറങ്ങുന്ന സമയത്ത്, വിശ്രമിക്കുന്ന സമയത്ത് ഭൃഗുമഹർഷി അവിടെ ചെന്ന് നോക്കി. വിളിച്ചിട്ടൊന്നും കേട്ടില്ല. ഭൃഗുമഹർഷിക്ക് ദേഷ്യം വന്നു, കൊട്ടത്തൂരി ചവിട്ടു. കെട്ടി തന്നെ നെഞ്ചത്തായിപ്പോയി. നെഞ്ചത്തങ്ങളായി കഴിഞ്ഞപ്പോൾ മഹാവിഷ്ണു ഉടനെ തന്നെ ചോദിച്ചത്, അങ്ങയുടെ കാല് നൊന്തുവാ? എന്നെ ചവിട്ടിയിട്ടേ എനിക്കെല്ലാം നൊന്തേ, വിഷ്ണുവിനെല്ലാം നൊന്തേ, അങ്ങയുടെ കാലിന് വേദന നൊന്തുവോ എന്ന് ചോദിച്ച കാല് പിടിച്ച് തഴുകുകയാണ്, തലോടുകയാണ് ചെയ്തത്. പക്ഷേ ഭൃഗുമഹർഷിയുടെ ആ കാൽപാദം, ആ ചവിട്ടിൻ്റെ ശക്തി കൊണ്ട് ഭഗവാന്റെ മാറിൽ ഒരു അടയാളമായി മാറി. അതൊരു മറുകായി മാറി. ആ മറുകാണ് ശ്രീവത്സം. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ മാറിലെ ശ്രീവത്സം ഭൃഗുമഹർഷിയുടെ കാൽപ്പാടാണ്. അത് നാരദാദി മഹർഷിയാണ് ചോദിച്ചത്, ആരാ, മഹാദേവനാണോ വിഷ്ണു ആണോ ക്ഷമയും കാര്യങ്ങളൊക്കെ കൂടുതലെന്ന് അങ്ങനെ പരീക്ഷിച്ച് നോക്കിയതാണ്. എത്ര ക്ഷമയുണ്ടായിട്ട് വേണം തന്നെ ചവിട്ടിയവരോട് അങ്ങയുടെ കാലിന് നൊന്തുവോ എന്ന് ചോദിക്കണമെങ്കിൽ? അത്രയും കാരുണ്യവാനാണ്, കരുണാസമുദ്രമാണ് മഹാവിഷ്ണു എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയ ശ്രീവത്സ ചിഹ്നം ഉള്ള മാറിടവും ശ്രീവത്സ അങ്കിതം എന്ന് പറഞ്ഞ അടയാളം, ശ്രീവത്സം എന്ന അടയാളവുമുള്ള കൗസ്തുഭമണി ഛായാരണം. കൗസ്തുഭം എന്ന് പറയുന്നൊരു പതകമുണ്ട്. അത് ഈ പാലാഴി മഥനകാലത്ത് ഓരോരോ ദിവ്യ വസ്തുക്കൾ പാലാഴിയിൽ നിന്ന് പൊന്തി വരികയുണ്ടായില്ലോ. അത് ഓരോരുത്തർ ദേവന്മാരിങ്ങനെ പങ്കുവെച്ചെടുക്കും. അപ്പോൾ കൗസ്തുഭരത്നം പൊങ്ങി വന്നപ്പോൾ മഹാവിഷ്ണു അങ്ങോട്ട് എടുത്തു. എന്നിട്ടെന്താ, അതൊരു ചരടിൽ, സ്വർണ്ണ ചരടിൽ അങ്ങോട്ട് കോർത്ത് തൻ്റെ കഴുത്തിലങ്ങോട്ട് ഒരു ആഭരണം, കണ്ടാഭരണമായിട്ട് അങ്ങോട്ട് കെട്ടി. ഗുരുവായൂരപ്പൻ്റെ മഹാവിഷ്ണുവിൻ്റെയൊക്കെ ചിത്രം നോക്കൂ. കൗസ്തുഭം എന്ന് പറയുന്ന ഒരു രത്നമുണ്ട്. ആ രത്നം അതെപ്പോഴും ധരിക്കും. കൗസ്തുഭമണി ഛായാരുണം. കൗസ്തുഭരത്നത്തിൻ്റെ ആ പ്രഭ കൊണ്ട് തുടുത്തായിരിക്കണേ ഭഗവാന്റെ മാറ്. കോടി സൂര്യപ്രകാശമുള്ള കിരീടം, വള, ശ്രീവത്സ ചിഹ്നം, കൂടാണ്ട് കൗസ്തുഭം, ഇന്നിത്തിളങ്ങുന്ന കൗസ്തുഭം. വിശേഷാം കാരണം തവരും, എല്ലാറ്റിനും കാരണം ഇത്രയൊക്കെ ഭംഗിയിലുള്ള ആഭരണങ്ങൾ ചാർത്തുന്നത് എവിടെയാ? തവരൂപം, അങ്ങയുടെ ദേഹത്തിലാണ്, നെന്തിരുവടിയുടെ രൂപത്തിലാണ്. വിധി ഐക്ഷത. വിധി എന്ന് പറഞ്ഞാൽ വിധാതാവ് ബ്രഹ്മാവ്, ഐക്ഷത കണ്ടു. വൈകുണ്ഠത്തിലങ്ങോട്ട് ചെന്ന് ഈ വിഷ്ണു സാരൂപ്യം വന്നവരെയൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് കുറച്ചുകൂടി അങ്ങോട്ട് ഉള്ളിലേക്ക് നടന്ന് അവരൊക്കെ ഇങ്ങനെ വഴി മാറി, ബ്രഹ്മാവും ഇങ്ങനെ പോകുമ്പോൾ വഴി മാറി ചെന്ന് നിന്നതൊരു രത്നസിംഹാസനത്തിൻ്റെ മുൻപിലാണ്. ആ രത്നസിംഹാസനത്തിൽ ഇരിക്കുന്നത് കോടി സൂര്യപ്രഭയുള്ള കിരീടവും കങ്കണങ്ങളും വളകളുമൊക്കെ ധരിച്ച് ശ്രീവത്സം എന്ന മറുവോടുകൂടിയ മാറുള്ള കൗസ്തുഭരത്നം അലങ്കരിക്കുന്ന ശോഭയുള്ള മാറുള്ള അങ്ങയുടെ രൂപമാണ് ആ രത്നസിംഹാസനത്തിൽ കണ്ട് മഹാവിഷ്ണുവിനെ അവിടെയാണ് കണ്ടത്. വിഭോ, 74 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായ മഹാവിഷ്ണു, അതാണ് വിഭോ എന്ന് വിളിക്കുന്നത്. തേ തത്മേ ഭാതു, ആ രൂപം, വൈകുണ്ഠത്തിൽ ഇരുന്ന് അരുളുന്ന ആ രൂപം, മേഭാതു
എൻ്റെ മനസ്സിൽ തെളിഞ്ഞു തരണം. ഇവിടെ ഈ ഭക്തകവിയുടെ ഒരു പ്രാർത്ഥന, വിളിച്ചുകൊണ്ടുപോയി തപസ് ചെയ്തപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ വിളിച്ചുകൊണ്ടുപോയി വൈകുണ്ഠത്തിൽ കൊണ്ടു ചെന്ന് തൻ്റെ സാരൂപ്യം പ്രാപിച്ച സാരൂപ്യ ഭക്തജനങ്ങളെയും അതിൻ്റെ കൂടെ അവർക്ക് ഇടയിലൂടെ വന്ന് രത്നസിംഹാസനസ്ഥിതനായ മഹാവിഷ്ണുവിൻ്റെ ആ രൂപത്തെയും ബ്രഹ്മാവിനങ്ങ് കാണിച്ചു കൊടുത്തുല്ലോ. അങ്ങ് തന്നെയല്ലേ ഈ ഗുരുവായൂർ ശ്രീലകത്തിരിക്കുന്നത്. അങ്ങേക്ക് വല്ല വിഷമമുണ്ടോ അങ്ങയുടെ ആ ദിവ്യരൂപം എനിക്കൊന്ന് കാണിച്ചു തരാൻ? ഒന്നുമില്ല, ഒരു വിഷമമില്ല അല്ലേ? അപ്പം എനിക്കും ആ രൂപം ഒന്ന് കാണിച്ചു തരണേ എന്നൊരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലൂടെ. ഈ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. തത്രൈവം പ്രതിദർശതേ നിജപദേ രത്നാസനാദ്യാസ്ഥിതം ഭാസ്വത്കോടിലസത് കിരീടകടകാദ്യകൽപതി പ്രാകൃതി ശ്രീവത്സാങ്കിതമാത്ത കൗസ്തുഭമണി ഛായാരുണം കാരണം വിശ്വേഷാം തവ രൂപമൈക്ഷത. അവിടെ കണ്ട തവ രൂപമൈക്ഷത, അവിടെ കണ്ട വിധാതാവ് ബ്രഹ്മാവ് അവിടെ കണ്ട ആ രൂപം തത്തേ വിഭോ, അങ്ങയുടെ ആ ദിവ്യരൂപം ഭാതുമേ എന്നെയും കൂടി ഒന്ന് കാണിച്ചു തരണേ. ആ വൈകുണ്ഠനാഥനല്ലേ ഇവിടെ ഈ ശ്രീകോവിലിരിക്കണേ. എവിടെ ഇരുന്നുണ്ട് മേപ്പത്തൂർ ഇത് പറയണത്? ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ മേപ്പത്തൂരിരിക്കണ ആ ആവണപ്പലക കണ്ടിട്ടില്ലേ? അവിടെ ഇരുന്നുകൊണ്ട് ശ്രീകോവിലേക്ക് നോക്കി. ആ വൈകുണ്ഠനാഥനാണ് ഇവിടെ ശ്രീകോവിൽ. അവിടെ ബ്രഹ്മാവിന് കാണിച്ചു കൊടുത്ത ആ വൈകുണ്ഠനാഥൻ്റെ രൂപം അങ്ങനെ ഈ ഗുരുവായൂരമ്പലത്തിലിരിക്കണേ. എനിക്ക് ഈ രൂപം ഒന്ന് കാണിച്ചു തരണം കേട്ടോ എന്ന പ്രാർത്ഥനയോടെ ഈ ശ്ലോകം നിർത്തുകയാണ്. ഈ ശ്ലോകത്തിൻ്റെ ഒരു പരിഭാഷാ രൂപം എങ്ങനെയാണ് എന്ന് നോക്കൂ. രത്നസിംഹാസനത്തിങ്കൽ രവി സമപ്രഭയാലും രവി എന്ന് പറഞ്ഞാൽ സൂര്യൻ. ആ സൂര്യശോഭ കൊണ്ടും കിരീടാദിഭൂഷണങ്ങൾ അണിഞ്ഞു മിന്നും. സൂര്യശോഭയുള്ള കിരീട കങ്കണാദികൾ അണിഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങയുടെ രത്നസിംഹാസനത്തിങ്കൽ വിരാജിക്കുന്ന സർവവ്യാപിയാകും ഗുരുവായൂരപ്പ തവ രൂപം. 74 ലോകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സർവവ്യാപിയായ അങ്ങയുടെ ആ രൂപം സർവസമയത്തുമെന്നിൽ തെളിഞ്ഞിടണേ, എൻ്റെ ഉള്ളിൽ എപ്പോഴും തെളിഞ്ഞിടണേ എന്നാണ് പ്രാർത്ഥന. അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. 8ാമത്തെ ശ്ലോകമാണിത്. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശ ആവൃണ്വാനേ ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം രാജദ്കമ്പുഗധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം സ്രഷ്ടസുഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേത്. വിഭോ എന്ന് വെച്ചാൽ നിറഞ്ഞു നിൽക്കുന്നവനെ, സർവ്വവ്യാപിയായിട്ടുള്ളവനെ, കാളാംബോധകളായ കോമളരുചി ചക്രേണ, സർവശക്തനായ ഭഗവാനെ കാർമേഘം പോലെ, കാളാംബോധകളായ എന്ന് വെച്ചാൽ കാർമേഘം പോലെയും, കോമളരുചി ചക്രേണ കായാമ്പൂ പോലെയും, കോമളമായ കാർമേഘം പോലെയും കായാമ്പൂ പോലെയും കോമളമായ കാന്തിപടലം കൊണ്ട്, രുചിചക്രേണ കാന്തിപടലം കൊണ്ട്, ദിശാം ചക്രം ആവൃണ്വാനം, എല്ലാ ദിക്കുകളെയും അങ്ങ് മൂടുകയാണ്, ഒരു മങ്ങലേൽക്കുകയാണ്. ഇതിൻ്റെയൊക്കെ നിഴൽ കാരണം, കയാമ്പൂവിൻ്റെയും കാർമേഘത്തിൻ്റെയും ഒക്കെ കോമളമായ ആ കാന്തിപടലം കൊണ്ടൊന്നൊരു മങ്ങലേറ്റിട്ടുള്ള ദിക്കുകളാണ്. ഉദാരമന്ദഹസിതസ്യന്തപ്രസന്നാനനം, സുന്ദരമന്ദഹാസം, അതാണ് ഉദാരമന്ദഹാസം, അതിസുന്ദരമന്ദഹാസം
സുന്ദരമായ മന്ദഹാസം പൊഴിയുന്ന തെളിഞ്ഞ പ്രസന്നാനനം, തെളിഞ്ഞ ആനനം എന്ന് പറഞ്ഞ മുഖം, പ്രസന്നാനനം തെളിഞ്ഞ മുഖത്തോടു കൂടിയവനും, രാജത് കമ്പുകധാരി പങ്കജധര, രാജത്ത് എന്ന് വെച്ചാൽ വിളങ്ങുന്ന, രാജത് കമ്പുകധാരി, രാജകമ്പുകധാരി എന്ന് പറഞ്ഞാൽ ശംഖ, ചക്രം, ഗദ, പത്മം. കമ്പുഗദാരി പങ്കജധര, ശംഖചക്ര ഗദ പത്മങ്ങൾ ധരിച്ച ശ്രീമത് ഭുജാമണ്ഡലം, അങ്ങയുടെ ഭുജങ്ങൾ, ഭുജങ്ങൾ എന്ന് പറഞ്ഞാൽ കൈകൾ, 4 കൈകളും അങ്ങയുടെ ശംഖചക്ര ഗദാ പത്മങ്ങൾ. ഒരു കയ്യിൽ ശംഖുണ്ട്, ഒരു കയ്യിൽ സുദർശന ചക്രമുണ്ട്, മറ്റൊരു കയ്യിൽ ഗദ പിടിച്ചിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കൗമോദകി എന്ന് പറയുന്ന ഗദയാണ് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കണം. പിന്നെ പത്മം, താമര. ഇവ ധരിച്ച 4 തൃക്കൈകളുള്ളതും സ്രഷ്ടു തുഷ്ടികരം തവ വപു, അങ്ങയുടെ ആകാരം, വപു ശരീരം എങ്ങനെയാണോ ബ്രഹ്മാവിന് സന്തോഷം നൽകുന്നതുമായ അങ്ങയുടെ ആ ശരീരം, വപു എന്ന് പറഞ്ഞ ശരീരം, മദ്രോഗം ഉദ്വാസയേത്, എൻ്റെ രോഗമൊക്കെ ഉദ്വസിക്കണം, ദൂരെ കളയണം എന്ന് പറഞ്ഞാൽ എൻ്റെ രോഗം ഒന്ന് മാറ്റിത്തരണം എന്നാണ് അർത്ഥം. തവ വപു, അങ്ങയുടെ ആ നിന്തിരുവടിയുടെ ആ ശരീരം എന്ന് വെച്ചാൽ നിന്തിരുവടി, വൈകുണ്ഠനാഥൻ മഹാവിഷ്ണു അല്ലേ ഗുരുവായൂരപ്പ, എൻ്റെ രോഗം മാറ്റണേ എന്നുള്ളൊരു പ്രാർത്ഥനയല്ലേ എല്ലാ ശ്ലോകങ്ങളിലും എല്ലാ ഇതിലും. നിന്തിരുവടിയുടെ തിരൂടൽ എൻ്റെ രോഗത്തെ ദൂരീകരിക്കണേ എന്നാണ് പ്രാർത്ഥന. ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. കാളാംബോധകളായ കോമളരുചി ചക്രേണ ചക്രം ദിശ ആവൃണ്വാന, ദിശാദാവൃണ്വാന ഉദാരമന്ദകസിതസ്യന്ത പ്രസന്നാനനം, രാജത് കമ്പുഗധാരി പങ്കജധര ശ്രീമദ്ഭുജാമണ്ഡലം, സ്രഷ്ടു സൃഷ്ടികരം വപുസ്തവ വിഭോ മദ്രോഗമുദ്വാസയേ, എൻ്റെ രോഗമൊന്ന് മാറ്റി തരണേ ഗുരുവായൂരപ്പ എന്നുള്ള പ്രാർത്ഥന. നമുക്ക് പരിഭാഷയിൽ ഈ ശ്ലോകം എങ്ങനെയാണ് വരുന്നത് എന്നൊന്ന് നോക്കാം. കാർമേഘവും കായാമ്പൂവും തോറ്റിടുന്ന തവ രൂപം, സുന്ദരമാം മന്ദഹാസം മുഖ പത്മത്തിൽ, ശംഖുചക്രാഗദ പത്മം ധരിച്ചൊരു സർവശക്ത, ശംഖുചക്രഗദ പത്മം ധരിച്ചൊരു സർവശക്ത, ശമിപ്പിക്കൂ മമാരോഗം വാതാലയേശ, മമരോഗം എൻ്റെ രോഗം ശമിപ്പിക്കൂ വാതാലയേശ, ഗുരുവായൂപുരത്തിൽ വസിക്കുന്ന വിഭോ എൻ്റെ രോഗമൊന്ന് ശമിപ്പിക്കൂ. കാർമേഘവും കായാമ്പൂവും തോറ്റിടുന്നു തവ രൂപം, സുന്ദരമാം മന്ദഹാസം മുഖ പത്മത്തിൽ, ശംഖുചക്രഗദ പത്മം ധരിച്ചൊരു സർവശക്ത, ശമിപ്പിക്കൂ മമരോഗം വാതാലയാശ വാതാലയേശ. അതാണ് നമ്മളിപ്പോൾ വായിച്ച ശ്ലോകം, അതായത് 8ാമത്തെ ശ്ലോകം. 9ാമത്തെ ശ്ലോകത്തിലേക്ക് പോവുകയാണ്. ദൃഷ്ട്വാ സംവൃത സംഭ്രമകമലഭൂത്പാദപാദോരുകേ, ഹർഷാവേശവശം വധോ നിപതിത പ്രീത്യാകൃതാർത്ഥീ ഭവൻ, ജാനാസേവ്യമനീഷിതം മമ വിഭോ ജാനം തദാ പാദയ, ദ്വൈതഭവത് സ്വരൂപപര ഇത്യാചഷ്ട തം ത്വം ഭജേ. ദൃഷ്ട്വ സംവൃത ദൃഷ്ട്വ എന്ന് പറഞ്ഞ വൈകുണ്ഠമൂർത്തിയായ ഭഗവാനെ കണ്ടപ്പോൾ ദൃഷ്ട്വ വൈകുണ്ഠമൂർത്തിയെ കണ്ടപ്പോൾ സംവൃത സംഭ്രമ, ബ്രഹ്മാവിനങ്ങോട്ട് പരിഭ്രമായി.
ആർക്കായാലും പരിഭ്രമാവില്ലേ? ബ്രഹ്മാവിന് അങ്ങോട്ട് സംഭ്രമ പരിഭ്രമത്തോടു കൂടി കമലം എന്ന് പറഞ്ഞ താമര, താമരയിൽ ഭൂജാതനായ കമലഭൂ ബ്രഹ്മാവ് ത്വത്പാദപാദോരുഹേ, അങ്ങയുടെ പാദപങ്കേരുഹത്തിൽ, അങ്ങയുടെ പാദങ്ങളിൽ ഹർഷാവേശവശമത പരമാനന്ദ പരവശനായിട്ട് സന്തോഷം കൊണ്ട് അങ്ങോട്ട് അധികരിച്ചവനായിട്ട് അങ്ങയുടെ പാദങ്ങളിൽ ദീപതിത വീണ് നമസ്കരിച്ചു. അദ്ദേഹത്തെ അങ്ങോട്ട് കണ്ടപ്പോൾ ഒന്നും നോക്കിയില്ല, വേറെ എങ്ങൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ആ കാൽക്കൽ താമരപ്പൂ പോലെ മനോഹരമായ നിറങ്ങളോടുകൂടി ആ പാദങ്ങളിൽ അങ്ങോട്ട് വീണ് നമസ്കരിച്ചു ബ്രഹ്മാവ്. എന്നിട്ടോ പ്രീത്യ കൃതാർത്ഥീഭവൻ, സന്തോഷം കൊണ്ട് കൃതാർത്ഥനായിട്ട്, പ്രീത്യ കൃതാർത്ഥീഭവൻ വെച്ചാൽ സന്തോഷം കൊണ്ട് അങ്ങോട്ട് കൃതാർത്ഥനായിട്ട് അദ്ദേഹം ബ്രഹ്മാവ് വിഭോ സർവവ്യാപിയായ ഭഗവാനെ മമ മനീഷിതം, എൻ്റെ ആഗ്രഹം എന്താണ്? ജാനാസി ഏവ, നിന്തിരുവടി അറിയുന്നുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. ദ്വൈതഭവത് സ്വരൂപപരം, അതായത് പ്രപഞ്ചം ബ്രഹ്മം എന്ന രണ്ട് വിധത്തിലുള്ള അവിടുത്തെ സ്വരൂപത്തെക്കുറിച്ച്. പ്രപഞ്ചം എന്ന് പറയുന്ന 14 ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷ രൂപം. പിന്നെ മറ്റൊന്ന് ബ്രഹ്മം, അത് മഹാവിഷ്ണുവിൻ്റെ ആകാര രൂപം. ഈ പ്രപഞ്ചം ബ്രഹ്മം എന്ന രണ്ട് വിധത്തിലുള്ള അവിടുത്തെ സ്വരൂപങ്ങളെക്കുറിച്ച് ജ്ഞാനം ആപാദയ, ആ രണ്ട് ഭാവങ്ങളെക്കുറിച്ചും മനസ്സിലാക്കിയിട്ട് അറിവ് എനിക്ക് ഉണ്ടാക്കി തരണേ. എന്താണ് പ്രപഞ്ചം വിഭോ സർവവ്യാപിയായ അങ്ങയുടെ രൂപവും മഹാവിഷ്ണുവിൻ്റെ ആകാരത്തിലുള്ള ഈ രൂപവും എന്താണെന്ന് എന്നെ മനസ്സിലാക്കി എനിക്ക് അതിനെപ്പറ്റിയുള്ള ആ രണ്ട് രൂപങ്ങളെ പറ്റിയുള്ള ബ്രഹ്മത്തെയും പ്രപഞ്ചത്തെയും ഉള്ള അറിവ്, ശരിയായ ജ്ഞാനം എനിക്ക് ഉണ്ടാക്കി തരണമേ. ഇതി ആചഷ്ട എന്ന് പറഞ്ഞ് തം ത്വം ഭജേ, അങ്ങയെ അങ്ങോട്ട് ഭജിക്കാൻ തുടങ്ങി. ഭഗവാനെ, ഞാൻ ഇതുവരെ കണ്ട വിരാട് പുരുഷൻ സർവവ്യാപിയാണ്, വിഭോയാണ്. ഇപ്പം ഞാനിവിടെ കാണുന്നത് വിഷ്ണു ആണ്. എന്താ ഈ വിഭുവും വിഷ്ണുവും വ്യത്യാസം? വിഭു 14 ലോകങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷൻ. വിഭുവിൻ്റെ വിരാട് പുരുഷൻ്റെ ഒരു ഭാഗമായിട്ടുള്ള മഹാവിഷ്ണു, അതാണ് ബ്രഹ്മം. മനസ്സിലായോ? ഈ രണ്ട് രൂപങ്ങളും ശരിയായ വിധത്തിൽ എനിക്ക് മനസ്സിലാക്കി തരണേ എന്നങ്ങട് പ്രാർത്ഥിച്ചു. അതാണ് ബ്രഹ്മാവ് വൈകുണ്ഠത്തിൽ ചെന്നിട്ട് ചെയ്ത കാര്യം. ആ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണേ. ദൃഷ്ട്വാ സംവൃത സംഭ്രമ കാലഭൂതുത്പാദപാദോരുഹി ഹർഷാവേശവശം വദോ നിപതിത പ്രീത്യാകൃതാർത്ഥി ഭവാൻ ജാനാസേവ്യമനീഷിതം മമ വിഭോ ജ്ഞാനം തദാ പാദയ ദ്വൈതഭവത്. പ്രപഞ്ചവും ബ്രഹ്മവും രണ്ടും എന്താണെന്ന്, ആ രണ്ട് രൂപം സ്വരൂപം എനിക്ക് മിഥ്യാജഷ്ടതം ത്വം ഭജേ, അത് മനസ്സിലാക്കി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇതിൻ്റെ ആ പരിഭാഷ നമുക്കൊന്ന് നോക്കാം. വരുന്നതെങ്ങനെ? പരിശുദ്ധ പ്രേമാരൂപം കണ്ട നേരം ബ്രഹ്മദേവൻ പരിഭ്രമം പൂണ്ടു വീണു നമസ്കരിച്ചു. വൈകുണ്ഠനാഥനെ അങ്ങോട്ട് കണ്ടപ്പോൾ ബ്രഹ്മാവ് പരിഭ്രമം പൂണ്ടു അങ്ങോട്ട് നമസ്കരിച്ചു. പ്രാർത്ഥിച്ചേവം ഭഗവാനേ, ഇങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചു. എന്താണ്? അനുഗ്രഹിച്ചിട വേണം, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. എന്തെന്ന്? പ്രഥമമാം ജ്ഞാനം എന്നിൽ പകർന്നിടേണം. പ്രപഞ്ചരൂപവും ബ്രഹ്മരൂപവും എന്താണെന്ന് എനിക്ക് അറിവ് ഉണ്ടാക്കിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം ഈ ദശകത്തിലെ 10ാമത്തെ ശ്ലോകമാണ്.
വായിക്കുകയാണ്. ആദാമ്രേ ചരണേ വിനമ്രമഥതം ഹസ്തേന ഹസ്തേ സ്പൃശൻ ബോധസ്ഥേ ഭവിത ന സർഗവിധിർബന്ധോ വിസഞ്ചായതേ ഇത്യാഭാഷ്യഗിരം പ്രത്യോഷനിതരം തച്ചിത്തഗൂഢസ്വയം സൃഷ്ടൗത്തം സമുദൈരയ സ ഭഗവന്നുല്ലാസയല്ലോ ഗതാം. ആദാമ്രേ അഥ ആദാമ്രേ ചരണേ വിനമ്രമഥ വിനമ്രമഥം അഥ ആദാമ്രേ ചരണേ വിനമ്രത്വം. അതായത് അഥ അപ്പോൾ തന്നെ ഉടനെ തന്നെ ആദാമ്രേ എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, ചരണം പാദങ്ങളാണ്. ആദാമ്രേ എന്ന് പറഞ്ഞാൽ ചുവന്ന നിറത്തിലുള്ള താമരപ്പൂവിൻ്റെ ഇതൾ പോലെ ഇളം ചുവപ്പ് കലർന്ന അങ്ങയുടെ പാദം. ഉടനെ തന്നെ ചരണേ ആദാമ്രേ എന്ന് വെച്ചാൽ ചുവന്ന നിറത്തിലുള്ള അങ്ങയുടെ പാദങ്ങൾ തൃച്ചേവടികളിൽ വിനമ്രാത്തം വീണ് നമസ്കരിച്ച് തം ആ ബ്രഹ്മാവിനെ ഹസ്തേ സ്പൃശൻ കൈകൊണ്ട് കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തോളിലങ്ങോട്ട് പിടിച്ചു മഹാവിഷ്ണു, എന്നിട്ട് അങ്ങോട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. തേ ബോധാഭവിത എന്ന് പറഞ്ഞാൽ അങ്ങയ്ക്ക് ബോധം ഉണ്ടായിക്കോളും, അങ്ങയ്ക്ക് അറിവുണ്ടായിക്കോളും. എന്തിനെപ്പറ്റി? പ്രപഞ്ചത്തെപ്പറ്റിയും ബ്രഹ്മത്തെപ്പറ്റിയും. സർഗവിധിബന്ധ അങ്ങ് അഭിത സഞ്ചായതേ സൃഷ്ടിപ്രവർത്തികൾ കൊണ്ട് കർമ്മം ഉണ്ടാവുകയില്ല, അബോധം ഉണ്ടാവണം സൃഷ്ടിക്ക്. അപ്പം സർഗവിധിബന്ധ അഭിന സഞ്ചായതേ സൃഷ്ടിപ്രവർത്തികൾ കൊണ്ട് കർമ്മബന്ധം ഉണ്ടാവുകയില്ല. ഇതി ഗിരം ആഭാഷ്യ എന്ന വാക്ക് പറഞ്ഞുകൊണ്ട് നിതരാം പ്രദോഷ്യ ഏറ്റവും സന്തോഷിപ്പിച്ചിട്ട് സ്വയം തച്ചിത്തകൂട തന്നെത്താം ബ്രഹ്മാവിൻ്റെ മനസ്സിൽ ഒളിഞ്ഞിരുന്നു. ബ്രഹ്മാവിനെ എങ്ങനെയാണെന്ന് അറിവുണ്ടായി? ഇത് മഹാവിഷ്ണു ബ്രഹ്മാവിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് കയറിയിരുന്നു. അപ്പം അവന് സർവജ്ഞാനവും കിട്ടിയില്ലേ? തം സൃഷ്ടൗ സമുദൈരയ ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് അങ്ങോട്ട് പ്രേരിപ്പിച്ചു. എനിക്ക് ബ്രഹ്മവും പ്രപഞ്ചവും എന്താ വ്യത്യാസം എന്ന്, ഞാൻ എങ്ങനെയാണ് പ്രപഞ്ചം സൃഷ്ടിക്കണേ? പ്രപഞ്ചത്തെപ്പറ്റി അറിയാണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കാനാവോ ബ്രഹ്മാവിന്? അറിയാത്തൊരു കാര്യം ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ടാണ് ബ്രഹ്മാവ് അപേക്ഷിച്ച് എനിക്ക് ആ പ്രപഞ്ചം എന്താണെന്നൊന്ന് മനസ്സിലാക്കി തരണം. അതുപോലെ അങ്ങയുടെ ഈ ബ്രഹ്മരൂപം ഇതും മനസ്സിലാക്കി തരണം. അപ്പോൾ പറഞ്ഞു അതൊക്കെ ഉണ്ടായിക്കോളും, അങ്ങയ്ക്ക് ഉണ്ടാവും. തേ ബോധാവവിധ അങ്ങേക്ക് അറിവുണ്ടായിക്കോളും എന്ന് പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണുവിൻ്റെ ഒരു സാന്നിധ്യം ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി. തന്നെത്താനെ ബ്രഹ്മാവിൻ്റെ മനസ്സിലങ്ങോട്ട് ഒളിഞ്ഞിരുന്നു. മം സൃഷ്ടൗ സമുദൈരയ എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിച്ചു. എന്തിനെ? സൃഷ്ടികർമ്മം നടത്താൻ ബ്രഹ്മാവിനെ അങ്ങ് പ്രോത്സാഹിപ്പിച്ചു. ആയിക്കോളൂ എന്നങ്ങോട്ട് പറഞ്ഞ് പ്രേരിപ്പിച്ചു. ഭഗവൻ സ ഉല്ലാസയ ഭഗവാനെ ആ നെന്തിരുവടി അങ്ങനെ ബ്രഹ്മാവിനെ സൃഷ്ടികർമ്മത്തിന് പ്രേരിപ്പിച്ച അങ്ങ് ആ നെന്തിരുവടി ഭഗവാൻ അങ്ങ് ഉല്ലാസയ ഉല്ലാസയ വർദ്ധിപ്പിച്ചു തരണം. എന്ത്? ഉല്ലാഖതാം ആരോഗ്യം. അങ്ങൻ്റെ രോഗമൊക്കെ മാറ്റി എനിക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണം. അതാണ് കവിയുടെ പ്രാർത്ഥന. ഈ ദശകത്തിലെ മറ്റ് 5 ശ്ലോകങ്ങളിലും തുടർച്ചയായിട്ട് ഓരോ പ്രാർത്ഥനയുണ്ട്. വൈകുണ്ഠലോകം എനിക്ക് നൽകണേ ഒരു പ്രാർത്ഥന, അതിനുള്ള ഭാഗ്യം എനിക്കില്ലെങ്കിൽ കൂടി എനിക്ക് തരണം. പിന്നെ ഒരു പ്രാർത്ഥന, അങ്ങയുടെ സുന്ദര വിഗ്രഹം എൻ്റെ മനസ്സിലിരിക്കാൻ അങ്ങ് എനിക്ക് അനുഗ്രഹം തരണം. പിന്നെ എൻ്റെ രോഗവും എനിക്ക് മാറ്റി തരണം. പിന്നെയോ ഞാൻ അങ്ങയെ ഭജിക്കാൻ പോവുകയാണ്, എനിക്ക് ഭജിക്കാനുള്ള ഒരു അവസരം തരണം. മാത്രമല്ല ഇതിനേക്കാളൊക്കെ സർവോപരി ഭഗവാനെ എനിക്ക് ആരോഗ്യം വർദ്ധിപ്പിച്ചു തരണേ. ഇങ്ങനെ 5 പ്രാർത്ഥനകൾ 5 ശ്ലോകങ്ങളിലായിട്ട് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ അങ്ങ് വയ്ക്കുകയാണ്, അപേക്ഷിക്കുകയാണ് ഭക്തകവി എന്നാണ് ഈ പ്രാർത്ഥനകളൊക്കെ. വിഭോ എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കണം.
ഈ 5 പ്രാർത്ഥനകളോട് കൂടിയിട്ട് ഈ ദശകം ഭക്തകവി ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണ്. ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കുകയാണ്. ആദാംരേ ചരണേ വിനമ്രമതം ഹസ്തേന ഹസ്തേ സ്പൃശൻ. തോളിൽ കൈകൾ വെച്ച് നമസ്കരിച്ച് കിടക്കുന്ന ബ്രഹ്മാവിനെ അങ്ങോട്ട് പിടിച്ച് എണീപ്പിച്ചു. ബോധസ്തേ ഭവിത, അറിവൊക്കെ ഉണ്ടായിക്കോളും, ബോധം വന്നോളും എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു, നിർബന്ധിച്ചു. പ്രപഞ്ച സൃഷ്ടി ആരംഭിച്ചോളൂ. വിദ്യാഭാഷ്യഗിരം എന്നങ്ങോട്ട് പറഞ്ഞുകൊണ്ട് പ്രത്യോഷനിതരം തച്ചിത്തഗൂഢ സ്വയം, തന്നെത്താനെ ബ്രഹ്മാവിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് നുഴഞ്ഞ് കയറി. സൃഷ്ടൗതം സമുദൈരയ, തുടങ്ങിക്കോളൂ, പ്രപഞ്ച സൃഷ്ടി തുടങ്ങിക്കോളൂ എന്നങ്ങോട്ട് പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാനെ എൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കണേ. ഇവിടെ രോഗം മാറ്റാനല്ല പറയണേ, എന്താ പറയുന്നത്, ഉല്ലാഹതാം ഉല്ലാസയ, ആരോഗ്യം വർദ്ധിപ്പിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശ്ലോകം ഭഗവാന് സമർപ്പിക്കുകയാണ്. ഈ ദശകം ഭഗവാന് സമർപ്പിക്കുകയാണ്. അതിൻ്റെ പരിഭാഷ നമുക്ക് ഒന്ന് നോക്കാം. അരുണമാം ചേവടിയിൽ നമിച്ചൊരാ നാൻമുഖനേ, ഇളം ചുവപ്പ് നിറത്തിലുള്ള അരുണമായ മനോഹരമായ ചേവടിയിൽ പാദങ്ങളിൽ നമസ്കരിച്ച നാൻമുഖനെ, ബ്രഹ്മാവിനെ അനൂപമാരു ദേവൻ എഴുന്നേൽപ്പിച്ചു. കൈ പിടിച്ച് തോളി പിടിച്ച് എണീപ്പിച്ചു. ജ്ഞാനം നൽകി, അറിവൊക്കെ കൊടുത്തു. സൃഷ്ടിക്കായി പ്രേരിപ്പിച്ചു ഭഗവാനെ. ജ്ഞാനം നൽകി സൃഷ്ടിക്കായി പ്രേരിപ്പിച്ച ഭഗവാനെ, ബ്രഹ്മാവിനെ സൃഷ്ടിക്ക് പ്രേരിപ്പിച്ചല്ലയോ ഭഗവാനെ. മമ രോഗം മാറ്റി, എൻ്റെ രോഗമൊക്കെ മാറ്റി. ശക്തി നൽകിയിടണമേ, ശക്തി തന്ന് എന്നെ അനുഗ്രഹിക്കണമേ എന്ന പ്രാർത്ഥനയോടെ 7ാമത്തെ ദശകം ഗുരുവായൂരപ്പൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. നമുക്കും നമ്മുടെ ഈ വാക്കുകൾ ഗുരുവായൂരപ്പൻ്റെ പാദപത്മങ്ങളിൽ തന്നെ സമർപ്പിക്കാം. ഗുരുവായൂരപ്പ, ബ്രഹ്മാവ് പറഞ്ഞ 5 പ്രാർത്ഥനയും തന്നെയാട്ടോ ഞങ്ങളും പറയണേ. ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഞാൻ ഇന്ന് പറഞ്ഞ വാക്കുകളൊക്കെ ഗുരുവായൂരപ്പൻ്റെ പാദപത്മങ്ങളിൽ സമർപ്പിച്ചു കഴിഞ്ഞു. എന്നോടൊപ്പം നിങ്ങളും ഉണ്ട്. ഈ സന്തോഷം നമ്മൾക്ക് ഒരുമിച്ച് അനുഭവിക്കാം, ആസ്വദിക്കാം. പല പ്രാവശ്യവും കേൾക്കൂ. അപ്പോഴേ നമുക്ക് ഗുരുവായൂരപ്പൻ്റെ വൈകുണ്ഠനാഥൻ്റെ ആ ദിവ്യരൂപം നമ്മുടെ മനസ്സിലേക്ക് കയറി കൂടുകയുള്ളൂ. അപ്പോഴാണ് ജ്ഞാനം ഉണ്ടാകുന്നത്. ആ വൈകുണ്ഠരൂപം കയറിയപ്പോഴാണ് ബ്രഹ്മാവ് സൃഷ്ടികർമ്മം, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികർമ്മം ആരംഭിച്ചതും. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എൻ്റെ ഈ വിവരണം എന്ന് ഞാൻ മോഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവരും മനസ്സിലാക്കും. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി. ഈ ആയുരാരോഗ്യ സൗഖ്യം എന്ന എൻ്റെ ഈ നാരായണീയ പാരായണ ക്ലാസ് ശ്രദ്ധിക്കുന്നവരെല്ലാം അനുഗ്രഹിക്കണേ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. എല്ലാവരും അനുഗ്രഹിക്കണേ എന്ന പ്രാർത്ഥനയോടെ എല്ലാവർക്കും നന്ദി.